യൂട്യൂബിൽ ഇങ്ങനെ തോണ്ടി കുത്തർന്ന് നിൽക്കുമ്പോഴതാ ഇറ്റങ്ങളെ വീഡിയോ കാണും. എത്താപ്പ ഇറ്റങ്ങളെ വീഡിയോക്ക് ഒരു പുതുമ എന്ന് നോക്കാൻ വേണ്ടി ചെന്നപ്പതാ ഓരോ വീഡിയോന്റെ താഴത്ത് എന്തുമാര് കമന്റാണ് ഈ മനുഷ്യന്മാര് കൂട്ടിട്ട കണ്ടോ. ഇവൾക്കൊരു ചാനലുണ്ടേ, TT ഫാമിലി. അതിലാണ് ഇറ്റങ്ങൾ ഓരോ റീൽസും കാര്യങ്ങളൊക്കെ ഇടല്. അതിന്റെ അടിയിൽ കമന്റ് വായിച്ചാൻ വേണ്ടി ഒന്ന് പോയി നോക്കിയതാ. എന്റെ പടപ്പാളെ, ഈ കോലത്തിലൊക്കെ മനുഷ്യന്മാരായല്ലോ. സംഭവത്തിലേ ഇത് ഉമ്മി മോനാണോ എന്നാ ചോദിച്ചിട്ടുണ്ട്. ചിലവര് ചോദിച്ചിട്ടുണ്ട് തള്ളി മോനാണോ. എത്തൊക്കെ ആൾക്കാർക്ക് അറിയണല്ലേ. എന്തോരൊരു കാലായി ഇപ്പൊ. പൊന്നാറിന്റെ മനുഷ്യന്മാര് ഐറ്റങ്ങളൊന്നും നല്ല ചേട്ട് ജീവിച്ച് പോയിക്കോട്ടെ. ഞമ്മക്കത് കാണാൻ തന്നെ അല്ലേ റാത്ത് മക്കളെ. അതിങ്ങനെ കമന്റിൽ പുതിയ തിരികെ എഴുതിണ്ട് പറ്റാപ്പത് തള്ളി മോനാ. ഇതിപ്പോ എങ്ങനെ എവിടുന്നപ്പ ഈ ചങ്ങായിനെ കിട്ടിയത്? ഇവന് എത്ര വയസ്സുണ്ട്? പൊന്നാറ പെങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? അങ്ങനെ ഐറ്റങ്ങള് വീഡിയോന്റെ താഴത്ത് ഇങ്ങോട്ട് ഓരോന്നും ഇങ്ങോട്ട് ചോദിച്ചിട്ട് സംഭവത്തില് ആ ചങ്ങായിക്ക് കുറച്ച് പ്രായം കമ്മിയാണ്, ഓക്ക് കുറച്ച് പ്രായം കൂടുതലുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളത് മനസ്സിലാക്കി മനസ്സിൽ വെച്ചാ പോരെ. അതിങ്ങനെ കമന്റ് കൂടെ ഈ തള്ളനെ എവിടുന്നേ കിട്ടി എന്നൊക്കെ ചോദിച്ചണ മക്കളെ. എത്ര വിഷമുണ്ടാവും. ഞങ്ങൾ ആരൊരു പെണ്ണെന്നല്ലാത്. കെട്ടിയ പെണ്ണിന് വയസ്സ് കൂടുതലും പുതിയാപ്പൾക്ക് വയസ്സും കുറവാണെങ്കിലേ എന്റെ പഠിച്ചോനെ എന്നാ പിന്നെ ഒരു ടൂറും കൂടി പോകാൻ പറ്റൂല. എത്തേപ്പ കാരണം നാട്ടുകാര് പറയും. നേരെ മറിച്ച് കെട്ടിട ചെക്കന് പ്രായം കൂടുതലും പെണ്ണിന് പ്രായം കമ്മിയാണെങ്കിലേ എന്തോരു ചേർച്ചയാണല്ലേ. എന്തോരു നല്ല ജോഡിയാള് എല്ലാരും ഇതില്ലേ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ എത്തിനാ മക്കളെ നമ്മൾ ഇതൊക്കെ പറയണോ. ഐറ്റങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തൃപ്തി ആയിട്ട് തന്നെയല്ലേ ഓല് ഈ കല്യാണം കഴിച്ചത്. പിന്നെ ഞമ്മളിപ്പോ എത്തിനതിന് ഇങ്ങനെ പെടുന്നുകാണ്ട് ചടി കളിച്ചോണു. ഞാൻ അത് ആലോചിച്ചത് എത്തിനാ പറയണു. പിന്നെ കല്യാണം കഴിച്ച റിയാസാത്തെ 48 വയസ്സാണ്. ഇച്ച് 32 വയസ്സും ആയിട്ടുള്ളൂ. കോടി കരി നൊണിച്ചെന്റെ കുട്ടിക്ക് അത്ര ആയിട്ടില്ല. അല്ലമ്മ, ഞാൻ ഈ റീൽസിക്ക് വേണ്ടി പറഞ്ഞതാണ്. വയസ്സ് തല തിരിച്ചാണ് പറഞ്ഞാളെ. ഇത് രണ്ടും ഇവിടെ ഉണ്ടായി, നമ്മള് കണ്ടിരുന്നു. അതൊക്കെ പോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. എത്തിനാ വേറുള്ളോലെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു വരണ്ട്. ഞങ്ങൾ അത്രേ സ്നേഹത്തിലും നല്ല മട്ടത്തിലൊക്കെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. ആ സ്നേഹത്തിന്റെ ഇങ്ങനെ അതില് വിളമ്പിയാ പോരാ, ആ ജീവിതത്തിലും കൂടി കാണണം. അത് നിങ്ങൾ കാര്യാക്കണ്ട. അപ്പൊ പറഞ്ഞു വരണ്ടേ. ഞാൻ പിന്നെ ഇടക്കിടക്കത് പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങള് വെറുപ്പ് തോന്നരുതിട്ടാ. അപ്പൊ നമ്മളെ പെണ്ണുങ്ങളെ കാര്യമാണ് പറഞ്ഞോട്ട് നമ്മള് പറയണ്ട മക്കളെ. വയസ്സ് കുറഞ്ഞ പുതിയാപ്പളുടെ അപ്പം വയസ്സ് കൂടിയ പുതിയണിനെ കാണുമ്പോഴേ അത് കൊണ്ടെടുക്കാൻ പണി ഓനൊന്നല്ല. ഈ വീഡിയോ കാണുന്നവർക്കാണേ വലിയ പണി. ഒരു ചേർച്ചയില്ല. എത്താ പമ്പർന്നോള കോലം. ഒരു മോന്റെ പ്രായമല്ലേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. മക്കളെ അത് വിട്ടാളി. പോയി നല്ല മട്ടത്തിൽ കഴിഞ്ഞു പോകൊണ്ട് ഞമ്മക്കത് കാണാൻ തന്നെ അല്ലേ പൂതി. ഞങ്ങൾ പെണ്ണുങ്ങളെ 2-3 പ്രസവം കൊണ്ട് കഴിഞ്ഞാൽ ചേരും കോലൊക്കെ നഷ്ടപ്പെടണ്. ഇപ്പൊ മാപ്പിളാർക്ക് വേണ്ട, വയസ്സത്തിയായി, ഇതൊക്കെ തന്നെയല്ലേ പറച്ചില്ലേ. അതിനും വേണ്ടി നമ്മളെ TT ഫാമിലിയിലെ ആ ചെക്കൻ കൊണ്ടെടുക്കുന്നുണ്ടില്ലേ ഓന്റെ പെണ്ണുങ്ങളെ. അങ്ങനെ വേണം. എല്ലാ ആണുങ്ങളൊക്കെ ഒന്ന് കണ്ടു പഠിച്ചട്ടെ. എന്റെ മക്കളെ, ഞാൻ തോര വർത്താനത്തിനൊന്നുമില്ല. ഞാൻ അടുപ്പത്തുനിന്ന് ചക്കക്കൂട്ടാൻ വെക്കണോടത്ത് ഇങ്ങോട്ട് പോന്നതാ. ഇമ്മ ഇനി ഇങ്ങോട്ട് വന്നാലേ ഇനി ഞങ്ങളെ കുടുംബം കലങ്ങും. അപ്പൊ ഞമ്മക്ക് ഇനി എല്ലാ കാര്യങ്ങളും പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, എന്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഉണ്ടല്ലോ അത് സബ്സ്ക്രൈബ് ചെയ്തു കൂടിട്ടാ.